ഇന്ന് എഗ്ഗ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓവനിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എഗ്ഗ് വേണം, ആവശ്യത്തിനുള്ള മൈദ, ഈസ്റ്റ്, മസാല തയ്യാറാക്കാനായിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിനുള്ള മൈദ, ഈസ്റ്റ്, പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇളം ചൂടുപാലാണ് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത്. എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്ത് മാറ്റി വെക്കുക. ഒരു മിക്സിംഗ് ബൗളിലേക്ക് പാലൊഴിച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര, ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കളർ വേണമെങ്കിൽ മതി. ഈ സമയത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെറ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, ഒരുപാട് ഹാർഡ് ആകരുത്. നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ബോയിൽ ചെയ്ത എഗ്ഗ് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ചെറുതായിരുന്നതാണ്. മസാല തയ്യാറാക്കാനായിട്ട് ചെറുതായരിഞ്ഞ സവാള, ഒരു പാനിലേക്ക് ഓയിൽ എടുത്തതിന് ശേഷം കുറച്ച് പെരുംജീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ചെറുതായരിഞ്ഞ സവാള ചേർക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർക്കേണ്ടതാണ്. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് വേണം ഇഞ്ചിയും പച്ചമുളകും ചേർക്കാനായിട്ട്. എഗ്ഗ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയ്ക്ക് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. കുറച്ച് ഓയിൽ മതി. സവാള നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴിച്ച് വെച്ചിരുന്ന എഗ്ഗെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം. പെരുംജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക.
അതിന് ശേഷം എഗ്ഗ് ആഡ് ചെയ്യേണ്ടതാണ്. മസാലയൊക്കെ എഗ്ഗിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. തണുക്കാനായിട്ട് മാറ്റി വെക്കണം. മാവ് ഇതേ രീതിയിൽ ഒന്ന് ബോളാക്കി എടുക്കുക. അതിന് ശേഷം ഒന്ന് റോൾ ചെയ്യണം. ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മോസറല്ല ചീസും ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതാണ്. ബോളിന്റെ ഷേപ്പ് വേണം ആക്കി എടുക്കേണ്ടത്. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വീണ്ടും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. കുറച്ച് മസാല ഇതേ രീതിയിൽ ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ആ എഗ്ഗിൻ്റെ ആ യെല്ലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പൊങ്ങി വന്നതിന് ശേഷമാണ്